ഹായ് ഹലോ നമസ്കാരം. തട്ടുപൊളിപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ തട്ടുപൊളിപ്പൻ ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന രസകരമായ വീഡിയോസ് നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നതായിരിക്കും. ഇത് നമ്മളുള്ളത് വയലട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള വയലട, അതായത് നമ്മളെ പേരാമ്പ്രയിൽ നിന്ന് കീരാച്ചുണ്ട് കക്കയം വഴി വരുന്ന ഒരു സ്ഥലമാണ് വയലട എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ വയലടേൻ്റെ കുറച്ച് ദൃശ്യ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം. അപ്പോൾ നമ്മളിവിടെ സ്ഥലങ്ങൾ കാണാൻ വന്നു, പക്ഷേ എല്ലാ സംഭവവും പൂട്ടിയും കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു സ്ഥലം ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ കക്കയത്തേക്ക് പോവുകയാണ്. കക്കയത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ കക്കയം ഡാമിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് എത്തിയത്. അതായത് കക്കയം ഡാമിനേക്കാളും വളരെ മനോഹരമായ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് പറ. ഇതാണ് നമ്മുടെ കക്കയം ഡാമിൻ്റെ പരിസരത്തുള്ള പ്രദേശമാണ് കേട്ടോ. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. നമ്മുടെ ഊട്ടിയില്ലേ, ഊട്ടി അല്ലെങ്കിൽ നമ്മൾ സ്വിറ്റ്സർലാൻഡ് എന്നെല്ലാം പറയില്ല. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലുള്ള അതിൻ്റെ ഒരു വേറൊരു രൂപമാണ് കേട്ടോ ഇത്. നമ്മളെ ഈ രണ്ട് മലേൻ്റെ ഇടക്ക് ഒരു തടാകം പോലെ ഒരു സംഭവം, അപ്പുറം ഇപ്പുറം പുൽമേടുകൾ. നമ്മുടെ വൈകിട്ടൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ കല്യാണത്തിന് മുന്നേ നമ്മൾ സേവ് ദ ഡേറ്റിലും വെക്കൂലേ, ഈ സേവ് ദ ഡേറ്റിലൊക്കെ നമ്മുടെ കല്യാണ പെണ്ണിനും ചെക്കനൊക്കെ വന്നിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും നല്ല മനോഹരമായ പ്ലേസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ കുറേ സിനിമയിൽ നമ്മളെ സോങ്സിലൊക്കെ കണ്ട സ്ഥലത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പുറം ഇപ്പുറവും രണ്ട് തടാകങ്ങൾ പോലെ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള നല്ല സ്ഥലം. അടിയിൽ മീനുണ്ടാവോ? എനിക്കൊന്ന് അതാന്ന് തോന്നല്ല, ഇവിടെ കുറേ കൊച്ചകളൊക്കെ ഉള്ളത്. അതായത് നമ്മൾ ചങ്ങായി പറഞ്ഞു കേട്ടോ. അതായത് ഇതിലുണ്ടാകുന്ന മീൻ എന്ന് വെച്ചാൽ വെൽബട്ട് എന്ന് പറഞ്ഞ മീനാണ് പോലും. വെൽബട്ട് എന്നൊരു പ്രത്യേകതരം മീൻ, നമ്മൾ തടാകങ്ങളിലൊക്കെ കാണുന്ന വെൽബട്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മീനൊക്കെ ഇതിലുണ്ടാവും ഇഷ്ടംപോലെ. ഇവിടെ കുറച്ച് സൈക്കിൾ സഫാരികളുണ്ട്. അപ്പോൾ സൈക്കിളിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സൈക്കിളുമായിട്ട് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. അവരുടെ വിശേഷങ്ങൾ, അവരുടെ പാഷനൊക്കെ ലെവലിൽ അവരെ ഒരു യാത്രയുടെ ഉദ്ദേശം നമുക്ക് ചോദിക്കാം. അപ്പോൾ അവരുമായിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം.
ഗൈസ് നമ്മളെ ഈ സൈക്കിളിനെ കുറിച്ചിട്ട് ഈ നമ്മുടെ ചേട്ടന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റും അതിൻ്റെ ഉപയോഗവും അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇവരുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കുന്നു. അതായത് എക്കോണമിക്കലായിട്ടുള്ള കുറച്ച് നല്ല എക്സസൈസ് ആണ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എഫേർട്ട് സ്ട്രെയിൻ അധികം ഇല്ല. പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള സ്പോർട്സിന് വരെ നമുക്ക് ഇഞ്ചുറി കൂടുതൽ വരില്ല ഇതിനകത്ത് നോക്കി കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. നല്ല എക്സസൈസ് ആണ്, എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് എക്സസൈസ് ആണ്. ഒരു പാഷനായിട്ട് കൊണ്ടുവന്നതാണ് നിങ്ങൾ ഇത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സസൈസ് പോലെ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ പാഷനായിട്ട്? രണ്ടുമുണ്ട്. അപ്പം പുതിയ പുതിയ സ്ഥലങ്ങൾ സൈക്കിളിൽ പോകുമ്പോൾ ഉള്ളൊരു കിട്ടുന്ന എക്സ്പീരിയൻസ് ബൈക്കിൽ പോകുമ്പോൾ കിട്ടും. വേറെയാണ്. ഓക്കെ, നമ്മൾ വയനാട് ചുരമൊക്കെ ഞാനൊരു 6-7 പ്രാവശ്യം കയറിയിട്ടുണ്ട് ഈ സൈക്കിൾ എടുത്തിട്ട്. ഇത് പുതിയ വണ്ടിയാണ്. ഇതുമല്ലൊരു 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. പഴയത് വേറൊരു ഹൈബ്രിഡ് കാറ്റഗറിയിലുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിൽ കയറിയിട്ടുണ്ട്. വയനാട് ചുരം. അപ്പോൾ അതിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ബൈക്കിലും കാറിലും ബസ്സിലൊക്കെ പോയിട്ടുണ്ട്. സൈക്കിളിൽ പോയി കഴിയുമ്പോൾ അവിടെ എത്തിയിട്ട് വേറൊരു ഫീലാണ്, സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഏറ്റവും നല്ല രാവിലെ ഏർലി മോർണിംഗ് ഇറങ്ങാം ഇങ്ങോട്ട് പോവുകയാണെങ്കിലും. അപ്പോൾ ആ രാവിലെ മോർണിംഗിലുള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അറിയണം. ബേസിക്കലി സൈക്കിള് 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് MTB ടയർ കണ്ടോ, നല്ല വീതിയുള്ള. അതെ, അതിന്റെ മെയിൻ പർപ്പസ് പറഞ്ഞാൽ ഓഫ് റോഡ്, ക്ലൈംബ്, ഇതൊക്കെയാണ് അതിന്റെ മെയിൻ പർപ്പസ്. അതിന് വെയിറ്റും കൂടുതലായിരിക്കും. വീതിയുള്ള ടയർ, വെയിറ്റും കൂടുതലായിരിക്കും. പിന്നെ ഇത് റോഡ് ബൈക്ക് ഹാൻഡിൽ ഇങ്ങനെ ആയിരിക്കും, ബ്രേക്ക് ഇവിടെ ആയിരിക്കും, ടയർ വീതി വളരെ കുറവായിരിക്കും. വെയിറ്റ് എങ്ങനെ? വെയിറ്റ് 10 കിലോ ഉള്ളൂ. 10 കിലോ വെയിറ്റ് അല്ലേ? ഇത് അതിന്റെ ഉപയോഗം ഇതിന് നടക്കൂല. ഇത് ഓഫ് റോഡിനുള്ള വണ്ടിയല്ല, നല്ല സ്പീഡ് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ അതിന്റെ ഇടയിലുള്ള സങ്കര ഇനം സാധനമാണ് ഇത്. ഹൈബ്രിഡ് ടയർ അത്രക്ക് വീതിയില്ല, അത്രക്ക് വെയിറ്റും ഇല്ല. അപ്പൊ ഈ നീലയും ഇതും ഹൈബ്രിഡ്. മൗണ്ടൈൻ ടെറൈൻ ബൈക്ക് എന്ന് പറയും. ഇത് മൗണ്ടൈൻ MTB, ഇത് ഹൈബ്രിഡ്. ഇത് ഈ റോഡിന്റെ ഈ MTBയുടെ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു സാധനം, രണ്ടും കൂടി ഉള്ളൊരു മിക്സ് ആണ് ഇത് ഹൈബ്രിഡ്. സൈക്കിൾ 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്, MTB, ഹൈബ്രിഡ്, റോഡ് ബൈക്ക്. അപ്പോൾ ഓരോരുത്തർ സൈക്കിൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ യൂസ് കേസ് എന്താണെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ ചേട്ടാ വളരെ നന്ദി കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങളെ പിന്നെ കാണാൻ സാധിച്ചതിലൊക്കെ ഭയങ്കര സന്തോഷം. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ എന്താ പറയുക ഈ പിന്നെ കക്കയം ഡാമിൻ്റെ പരിസരത്ത് വന്ന സൈക്കിൾ സവാരിയുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഇവർ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ ടൂർ പോകുന്നുണ്ട്. ഇപ്പോൾ വയനാട് ആയിക്കോട്ടെ, വയനാട് ചുരമൊക്കെ ഈ സൈക്കിൾ എടുത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു പാഷനാണിത്. ഇവർ യാത്രയെ അത്രക്കും സ്നേഹിക്കുന്നവരാണ്, യാത്രയോട് അത്രക്കും ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ സൈക്കിൾ എടുത്ത് വരുന്നത്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞല്ലോ, കുറേ തരത്തിലുള്ള സൈക്കിളുണ്ട്. ഹൈബ്രിഡ് ആയിക്കോട്ടെ, മൗണ്ടൈൻ ടയർ മറ്റേ സൈക്കിളുണ്ട്. പിന്നെ കുറച്ച് തടിച്ച ടയറുള്ള സൈക്കിളൊക്കെയാണ്. അപ്പോൾ ഇവർ മെയിനായിട്ട് ഇപ്പോൾ എന്താ പറയുക യാത്രയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ കൊറോണ സീസൺ ആയിട്ട് പോലും അവർ സൈക്കിളിൽ അവർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിന് അവർ തന്നെ പറഞ്ഞു അത് വേറൊരു രസമാണ്. ഇപ്പോൾ രാവിലെയൊക്കെ പൊളച്ചക്കൊക്കെ നമ്മൾ വയനാട് ചുരമൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞൊരു സന്തോഷം വിറഞ്ഞവെന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സൈക്കിളിലൊക്കെ നമുക്ക് എന്താ പറയുക കുറച്ച് എഫേർട്ടാണ്. പക്ഷേങ്കിൽ എഫേർട്ടാണെങ്കിൽ പോലും നമുക്ക് പൈസ ചിലവില്ലാതെ നമുക്ക് എല്ലാ സ്ഥലത്തും എത്താം. അതുമാത്രമല്ല നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു എക്സസൈസും കൂടിയാണിത്, ഭയങ്കര എക്സസൈസ്. അതുകൂടാതെ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ പ്രകൃതിയെ നമ്മുടെ നേരിൽ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാം. അത് റോഡ് മുലായിക്കോട്ടെ, ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങിപ്പോവാം. അത് കൂടാതെ തന്നെ ഇവർ പറഞ്ഞാൽ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ക്ലബ്ബൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ക്ലബ്ബ് എന്തിനാണെന്ന് വെച്ചാൽ ഈ സൈക്കിൾ സവാരി നടത്താനുള്ള ഒരു ക്ലബ്ബൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിലുള്ള കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു 4 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ പിന്നെ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു 56 രൂപ എന്ന് പറഞ്ഞാൽ, അതായത് 56,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ പൈസ അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും അടിക്കുന്ന സംഭവമാണ് ഈ 56,000 രൂപ കൊടുത്തിട്ട് സൈക്കിളൊക്കെ വാങ്ങാൻ. അപ്പോൾ ഈ 56 രൂപയ്ക്ക് നമുക്കൊരു ബൈക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഒരു 56,000 മുടക്കിയിട്ട് ഒരു സൈക്കിൾ വാങ്ങണ്ടെങ്കിൽ അവർക്ക് ഈ സൈക്കിൾ സവാരിയോട് അത്രക്കും ഇഷ്ടമുണ്ട്. അതുകൂടാതെ തന്നെ അവരെ ഒരു പാഷനായിട്ട് എടുത്തിട്ടാണ് ഇവർ വന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ 56,000 എന്ന് പറയുന്ന ഒരു നിസ്സാരമായ പൈസ ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലം, നമ്മൾ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഈ കക്കയം ഡാമിൻ്റെ പരിസരത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഏതൊരു എന്താ പറയുക നമ്മളിപ്പോൾ തടാകം കാണാൻ വന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെ പ്രകൃതി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണിത്. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. നമ്മളെ കക്കയം ഡാമിൽ പോകാതെ, അതായത് കക്കയം ഡാമിൽ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു പ്ലേസാണ് ഒക്കെ ഇത്. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു നല്ലൊരു കാഴ്ച കാണിച്ചു കേട്ടോ.
എന്താ കാഴ്ച എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുതിര ഇവിടെ കണ്ട്. ഇവിടെ ഒരു കുതിര സഫാരി ഉണ്ട് കേട്ടോ. കുതിര സഫാരി ഉണ്ട്. നമ്മുടെ കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ്. ഇപ്പോൾ എനിക്കൊന്ന് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ അധികം ആൾക്കാർ ഇല്ലാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കൊറോണ സീസൺ ആയതുകൊണ്ട് കൊറോണേൻ്റെ കാരണം കൊണ്ട് ആരും വരാത്തൊരു സംഭവമാണ്. അത് മാത്രമല്ല ഇവിടെ ഒരു ഗംഭീര കുതിരയുണ്ട്. നമുക്ക് ഈ കുതിരയുടെ മേലെ കാരാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ കക്കയം ഡാമിൻ്റെ പരിസരത്തുള്ള മനോഹരമായ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബായ്.